പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ വചനം കേൾക്കാം. ഇന്ന് ഈ വചന ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി, ഒരു കുടുംബത്തെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ അച്ഛൻ ആശംസിക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈശ്വര സന്നിധിയിലെ ഈശോ അനുഭവത്തിനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 62 1 മുതലുള്ള വചനമാണ് നമ്മൾ വളരെ പ്രധാനമായിട്ട് ഇന്ന് ധ്യാനാത്മകമായിട്ട് നമ്മൾ സ്വീകരിച്ച് വചന ഹൃദയം സംഗ്രഹിക്കാൻ പോകുന്നത്. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്, അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, ഞാൻ കുലുങ്ങി വീഴുകയില്ല. ചരിഞ്ഞ മതിലും ആടുന്ന വേലിയും പോലുള്ള ഒരുവനെ തകർക്കാൻ നിങ്ങൾ എത്ര നാൾ ഉരുമ്പെടും? അവൻ്റെ ഔന്നത്യത്തിൽ നിന്ന് അവനെ തള്ളിയിടാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത്. അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു, അധരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു, ഹൃദയം കൊണ്ട് ശപിക്കുന്നു. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്, അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും, എനിക്ക് കുലുക്കം തട്ടുകയില്ല. എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്, എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തകൻ ഈ വചനം പറയുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം പറഞ്ഞു, ഒരു ശത്രുക്കളുടെ നടുവിൽ നിൽക്കുന്നവനാണ് ചില സമയത്ത് സങ്കീർത്തകൻ. അവന് ശത്രുക്കളുടെ നടുവിലാണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലാണ്, വഞ്ചകന്മാരുടെ നടുവിലാണ് അവൻ കഴിയുന്നത്. ഒരുപാട് ചതിയന്മാരുടെ നടുവിൽ നിന്നാണ് അവന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അവൻ പ്രഘോഷിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് അവൻ പറയുന്നത്, അവന് ചുറ്റുമുള്ള ആളുകളുടെ സ്വഭാവങ്ങളെല്ലാം വെച്ചിട്ടാണ് പറയാണ്, ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വലിയ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ വേണം. അതായത് ദൈവം മാത്രമാണ് നമുക്ക് ആശ്വാസം നൽകുന്നത്, ദൈവം മാത്രമാണ് നമുക്ക് അഭയശിലയായിട്ട് നിൽക്കുന്നത്, ദൈവം നമുക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കും, അതിന് യാതൊരു സംശയമില്ല. ഈ കഴിഞ്ഞ ഞങ്ങളിൽ ഒരു വലിയൊരു സംഭവം എൻ്റെ അടുത്തേക്ക് വന്നു. എനിക്കറിയാവുന്നൊരു സംഭവം, ഒരു ഫാമിലിയിലെ ഒരു പ്രത്യേക സംഭവമാണ്. അപ്പോൾ ഒരു പൈശാചിക പീഡ അവിടെ പലരിലുണ്ട്. ഒറിജിനലായിട്ടുള്ള പൈശാചിക പീഡയുള്ള ഒരു കുട്ടി അവിടെയുണ്ട്. അപ്പോൾ അതേസമയം തന്നെ ഇവിടെ വേറൊരു കുട്ടിയുണ്ട്. ആ കുട്ടി നല്ല കൃപയിലുള്ള കുഞ്ഞാണ്. അപ്പോൾ ഈ പൈശാചിക പീഡയിലുള്ള കുട്ടിയോട് ദുഷ്ടാരൂപി പറയുന്നൊരു വാക്കുണ്ട്, മറ്റേ ആ കൊച്ചിനെ അപ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് നിനക്ക് ഈ ഇളയ കുട്ടീനെ ഉപദ്രവിക്കാൻ പറ്റാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ദുഷ്ടാരൂപി പറയുന്നൊരു വാക്കുണ്ട്, ഈ ഇളയ കൊച്ച് വർഷങ്ങളായിട്ട് കുഞ്ഞുനാൾ തൊട്ട് ചൊല്ലി പ്രാർത്ഥിച്ച ഒരു വചനമുണ്ട്. അത് യെശയ്യാ 41:10. അതായത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. അപ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഇത് കുഞ്ഞുനാളിൽ അമ്മ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചൊരു വചനമാണ്. അപ്പോൾ ഈ വചനമാണ് എപ്പോഴും ഈ കുട്ടി ആവർത്തിച്ച് ചൊല്ലും. സ്കൂളിൽ പോകുമ്പോഴും പോകുന്ന വഴിയിലും ഈ വചനം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ഈ വചനം ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന സാത്താൻ്റെ ശക്തികൾക്ക് ആ കുട്ടീനെ തകർക്കാൻ പറ്റുന്നില്ല, മാനസികമായിട്ട് തകർക്കാൻ പറ്റുന്നില്ല. അപമാനങ്ങളും വരുമ്പോൾ തകർക്കാൻ പറ്റുന്നില്ല. പരാജയങ്ങളും തോൽവി വരുമ്പോഴും കുട്ടി ചൊല്ലും, ഈ വചനം ചൊല്ലുകയാണ്. അതായത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവമെന്ന് പറയുന്നു. ആ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ അത് വലിയ അനുഗ്രഹമായിട്ടും വലിയ അഭിഷേകമായിട്ടും വലിയ സൗഖ്യമായിട്ടും വലിയ വിടുതലായിട്ടും മാറുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവാണ് എൻ്റെ അഭയം, കർത്താവാണ് എൻ്റെ ആശ്രയമെന്ന് രാവും പകൽ നമ്മൾ പറഞ്ഞാൽ തന്നെ പൈശാചിക അരൂപികൾ നമ്മെ നിരാശപ്പെടും, നമ്മൾ തകർക്കുന്ന തിന്മയുടെ ശക്തികൾ നമ്മുടെ പരിസരത്ത് വരില്ല, നമ്മുടെ ജീവിതത്തിൽ വരില്ല, നമ്മുടെ കുടുംബത്തിലേക്ക് വരില്ല, നമ്മുടെ പ്രിയപ്പെട്ടവരൊന്നും തൊടുക പോലുമില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു വലിയ ബോധ്യം, ജ്ഞാനം ഹൃദയത്തിൽ നമ്മൾ പഠിപ്പിക്കണം. ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന് കൊടാനുകൂടി നന്ദി പറയാനായിട്ട് നമ്മളെപ്പോഴും തയ്യാറാണ്. അതുകൊണ്ട് കർത്താവാണ് എൻ്റെ അഭയം, കർത്താവാണ് എൻ്റെ ആശ്രയം, ആർക്കും എന്നെ ഒന്നും ചെയ്യാനാവില്ല എന്ന് നമ്മൾ പറയണം. വീണ്ടും സങ്കീർത്തനത്തിൻ്റെ 59:16 വചനം പറയുന്നുണ്ട്, ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകഴ്ത്തും, പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും. എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങ് എൻ്റെ കോട്ടയും അഭയവുമായിരുന്നു. എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങ് എൻ്റെ കോട്ടയും അഭയവുമായിരുന്നു. അപ്പോൾ എൻ്റെ കഷ്ടതയുടെ കാലത്ത് ദൈവമാണ് എൻ്റെ അഭയവും
എൻ്റെ കോട്ടയമെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റുപറയാനായിട്ട് നമ്മളെപ്പോഴും തയ്യാറാകണം. കർത്താവാണ് എൻ്റെ കോട്ടയെന്നും. അപ്പോൾ എല്ലാ സമയത്തും നമ്മൾ ദൈവാശ്രയത്തിൻ്റെ, പ്രിയപ്പെട്ട സഹോദരികളെ, ഒരു കാര്യം ചോദിച്ച് പഠിച്ചുള്ളൂ, ദൈവമേ ഉള്ളൂ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഏക സങ്കേതമെന്ന് എപ്പോഴും നമ്മൾ മനസ്സ് സൂക്ഷിക്കണം. അത് മാറിപ്പോകുക. ദൈവത്തിൽ ആശ്രയിക്കുക, പൂർണ്ണമായിട്ട് ആശ്രയിക്കുക, മനുഷ്യരിൽ ആശ്രയിക്കരുത്. അത് സങ്കീർത്തനത്തിൻ്റെ 118 അധ്യായത്തിൽ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ വചനങ്ങൾ, കൃപയുടെ വചനമാണിത്. സങ്കീർത്തനം 118 8-9 വചനം. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. നമ്മൾ മറ്റു പലരെയും ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും തകർച്ചകളും രോഗങ്ങളും പീഡകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കും. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ ആശ്രയിക്കും. ആശ്രയിക്കേണ്ടെന്നില്ല, ആശ്രയിച്ചു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിലും മുകളിൽ ദൈവാശ്രയത്വം എന്നൊരു തലം നമുക്കുണ്ടാകണം. ദൈവവിശ്വാസത്തിൻ്റെ, എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ ആഴമേറിയ ബന്ധത്തിൻ്റെ ഒരു ഭാഗമായി ആശ്രയത്വത്തിൻ്റെ സ്വഭാവം വേണം. അതാണ് എന്നെ പിടിച്ച് നടത്തുന്നതെന്ന് എപ്പോഴും ഞാൻ പറയും. അല്ലാതെ ഒരിക്കലും നമ്മൾ ലോകത്തെ ആശ്രയിക്കരുത്, ലോകാരൂപി ആശ്രയിക്കരുത്. ആശ്രയിച്ച് അവിടെ ഇന്ന് എനിക്കറിയാം, ഇന്ന് നിരാശയിലും ദുഃഖത്തിലൊക്കെ കഴിയുന്ന ഓരോ വ്യക്തികളും ജീവിതം പഠിച്ചു വയ്ക്കും. അവർ മനുഷ്യരെ, ദൈവത്തെക്കാൾ മനുഷ്യനെ ആശ്രയിച്ചു, പണത്തെ ആശ്രയിച്ചു, കൂടെയുള്ളവരെ ആശ്രയിച്ചു, കഴിവുള്ളവരെ ആശ്രയിച്ചു, ബുദ്ധിമാന്മാരെ ആശ്രയിച്ചു, പണക്കാരെ ആശ്രയിച്ചു, ചില മക്കളെ ആശ്രയിച്ചു, ജീവിത പങ്കാളെ ആശ്രയിച്ചു, അപ്പനെ അമ്മയൊക്കെ ആശ്രയിച്ചു. പക്ഷേ ചില സമയത്ത് കാണാൻ പറ്റും, ഇവർക്കാർക്കും നമ്മളെ സഹായിക്കാനോ വഴി നടത്താനോ രക്ഷിക്കാനോ ഒരിക്കലും പറ്റില്ല. ചില പ്രശ്നം വരുമ്പോൾ ഇവർക്കാർക്കും ഒന്നും ചെയ്യില്ല. നമ്മുടെ കയ്യിൽ എന്തേറെ പണമുണ്ടെങ്കിലും അതൊന്നും ഒരു ഫലം ചെയ്യത്തില്ല, ഒരു ഗുണവും ചെയ്യില്ല. നേരെ മറിച്ച് ദൈവം എനിക്കുണ്ടെങ്കിൽ, ആ ദൈവം രാവും പകലും എന്നെ കാത്തു സംരക്ഷിക്കുന്ന ദൈവം, ആ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ തളർന്നു പോവുകയില്ല, തകർന്നു പോവുകയില്ല. ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. സങ്കീർത്തനം 34 മുതൽ 18 വരെയുള്ള വചനം നമുക്ക് സുപരിചിതമാണ്. പക്ഷെ അത് വീണ്ടും നമ്മൾ വചനം വായിക്കണം, വചന ഹൃദയം സംഗ്രഹിക്കണം. ഈ വചനം ഇതാണ്: ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിന് ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുക. അതിനർത്ഥം എന്താ? കർത്താവ് മാത്രമാണ് നല്ലവനെന്ന് പറയാൻ പറ്റും, വേറെ ആരും നല്ലവനെന്ന് പറയാൻ പറ്റില്ല. മക്കളൊരു നല്ലതുപോലെ നമ്മളൊരു ചമയുന്നവരാ, നന്മയുടെ സ്വഭാവങ്ങൾ ശൈലികളൊക്കെ കാണിക്കും. അതുകൊണ്ട് നമ്മൾ ആശ്രയിക്കേണ്ടത്, ജീവിതം നമ്മൾ സമർപ്പിക്കേണ്ടത് വേറെ ആരുടെയും കൈകളിലല്ല, ദൈവകരങ്ങളിൽ മാത്രമേ നമ്മൾ സമർപ്പിക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇന്നല്ല നാളെ നമ്മൾ നിരാശയിലോട്ട് പോകും. ചില ഫ്രണ്ട്ഷിപ്പുകളൊക്കെ പൊട്ട് ചില ജീവിതങ്ങൾ പോകുന്ന കാണും. ഇന്ന് ഈ കാലഘട്ടത്തിലുണ്ട് ഒരുപാട് ഇൻ്റർനെറ്റ് ഫ്രണ്ട്സുകളും, പക്ഷേ എല്ലാം നോക്കിക്കൊള്ളും. പക്ഷെ ചതിയിൽ പോവുക. കാരണം ദൈവത്തെക്കാളും അവരെ ആശ്രയിക്കാം. ചില പ്രാർത്ഥിക്കത്തില്ല, ബൈബിള് വായിക്കത്തില്ല, പള്ളിയിൽ പോകത്തില്ല, കുമ്പസാരമില്ല, കുർബാനയില്ല. നേരെ മറിച്ച് 24 മണിക്ക് ഫോണിൽ കൂടെ വിളിച്ച് ഒരുപാട് ആളുകളുമായിട്ട് സല്ലപിക്കുകയും അവരെ ആശ്രയിക്കുകയും അവരോട് തൻ്റെ ജീവിതത്തിൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ തുറന്നു പറയും. പക്ഷേ ദൈവത്തോട് മാത്രം തുറന്നു പറയില്ല. അപ്പം അങ്ങനെ പോകുമ്പോൾ അത് അവസാനം അത് അപകടങ്ങളായിട്ട് മാറുന്ന കാണാൻ പറ്റും. സങ്കീർത്തനത്തിൻ്റെ 121 സങ്കീർത്തനം ഒരിക്കലും മറക്കാതെ ഹൃദയം സൂക്ഷിക്കേണ്ട വചനമാണ്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് കർത്താവിൽ നിന്നും. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയുമില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിൻ്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. അവിടെ സങ്കീർത്തകൻ പഠിപ്പിക്കുന്ന വചനം പരിശുദ്ധാത്മാവ് പറയണം, ആരിൽ നിന്നാണ് എനിക്ക് സഹായം വരും? ഞാൻ പർവ്വതങ്ങളിലേക്ക് നോക്കി, ആരിൽ നിന്നും സഹായം വരും? എനിക്ക് കർത്താവിൽ നിന്നാണ് സഹായം, അല്ലാതെ വേറെ ഒരിടത്തൊന്നുമല്ല സഹായം വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ വഴി തുറന്നു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ ദൈവകരമുണ്ടെന്നുള്ള വലിയൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ വേണം. ദൈവമാണ് പ്രവർത്തി, മനുഷ്യകരമല്ല, ദൈവകരം. മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ചങ്കടൽ കടക്കുമ്പോൾ അവൻ കൈ നീട്ടുന്നെങ്കിലും ആ കൈക്ക് മുകളിലൊരു കൈയുണ്ട്, വേറൊരു കൈ എൻ്റെ മുകളിലുണ്ട്. ആ കൈ ദൈവത്തിൻ്റെ കൈക, ആ കൈയാണ് ശരി. ആ കൈകൾ
കൈകളാണ് ആ ചെങ്കടലിനെ രണ്ടായിട്ട് മാറ്റിയത്. നമ്മൾ അധ്വാനിക്കായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ, നമ്മുടെ കരങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ അധ്വാനിക്കുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അധ്വാനം. പക്ഷേ ആ കൈ കൊണ്ട് കാര്യം, നമ്മുടെ കൈ കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ, അതിന് മുകളിലൊരു ബുദ്ധി ഉണ്ടാകണം, അതിന് മുകളിലൊരു കൈ വേണം. ദൈവത്തിൻ്റെ കരങ്ങൾ, ദൈവത്തിൻ്റെ ജ്ഞാനം, ആ ദൈവം തന്നെ പ്രവർത്തിക്കണം. എങ്കിലേ അവിടെ വഴി തുറക്കപ്പെടും. ഇത് നീ അറിയുന്ന ദിവസമാണ് നിന്റെ രക്ഷയുടെ ദിവസം. അതാണ് അതറിയുന്ന ഏത് ദിവസമാണോ നിനക്ക് സമാധാനം കിട്ടും. അത് നിന്റെ പ്രശ്നങ്ങൾ തീരും, അത് നിന്റെ ദുഃഖങ്ങൾ മാറും, നിന്റെ ബന്ധനങ്ങൾ അഴിയും, നിന്റെ പൈശാചിക പീഡകൾ അഴിയും. നേരെ മറിച്ച് നിന്റെ കരമാണ് എല്ലാത്തിൻ്റെയും പിന്നിൽ, നിന്റെ ബുദ്ധിയാണ് എല്ലാത്തിൻ്റെയും പിന്നിൽ, നിന്റെ കഴിവും നിന്റെ പാണ്ഡിത്യവുമാണ് എല്ലാത്തിൻ്റെ പിന്നിൽ നീ കരുതുമ്പോഴാണ് തകർച്ചകൾ വരുന്നത്. അവിടെയാണ് തോറ്റുപോകുന്നത്. നീ ഒരുപാട് അധ്വാനിച്ചിട്ടും മക്കളെ വളർത്തിയിട്ടും നീ പഠനങ്ങൾ നടത്തിയിട്ടും നീ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. കാരണം ഇതിനപ്പുറത്തുള്ള ദൈവത്തിൻ്റെ കരം കാണാൻ പറ്റും. മോശ കൈകൾ നീട്ടുമ്പോൾ, ഒരു ചെങ്കടലിന് മീതെ കൈ നീട്ടുമ്പോൾ അവന് വിശ്വാസമുണ്ട്, അതിന് മുകളിൽ വേറൊരു കൈയുണ്ട്. ആ ദൈവകർ അവന് ബുദ്ധിയുണ്ട്, പക്ഷെ അതിൻ്റെ മുകളിൽ ബുദ്ധിയുണ്ട്. അവൻ 10 പ്രമാണങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവൻ പഠിപ്പിക്കുന്നവന് അവനല്ല പഠിപ്പിക്കുന്നത്, ദൈവമാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ ജനം കേൾക്കുന്നത്. ഇസ്രായേൽ ജനം കേൾക്കുന്നത് മോശ പഠിപ്പിക്കുന്നില്ല, മോശയിലൂടെ ദൈവം അതിന് മുകളിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട് അവിടെ. അല്ലെങ്കിൽ അതൊന്നും കേൾക്കുകയില്ല. അടയാളങ്ങളും അത്ഭുതങ്ങൾക്കും ദൈവത്തിൻ്റെ ഇടപെടൽ. അപ്പോൾ ഈ എന്താണ് ഈ തലമുറയുടെ ചിലരുടെയൊക്കെ നാശത്തിൻ്റെ കാരണം ദൈവത്തെ കൂടെ സ്വന്തം കഴിവിലും സ്വന്തം ബുദ്ധിയിലും സ്വന്തം അറിവിലും സ്വന്തം പാണ്ഡിത്യത്തിലും സ്വന്തം പണത്തിലും മറ്റുള്ളവർ പറയുന്നത് കേട്ടുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഒരുപാട് ബന്ധം, 10,000 ലക്ഷക്കണക്കിന് സൗഹൃദ ബന്ധങ്ങളുണ്ടെങ്കിൽ, കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ കൂടെ വ്യൂവേഴ്സായിട്ട് ഒക്കെ ഉണ്ടെങ്കിൽ, കൂടെ ഉണ്ട്, സപ്പോർട്ട് എല്ലാത്തിനും ഉണ്ടെങ്കിലും അവരൊന്നും നിൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് ഒരുപക്ഷെ അവരെല്ലാം നിനക്കൊരു പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുള്ളൂ. അവിടെ ഉപദേശങ്ങൾ കേട്ടതാണ് പലപ്പോഴും നിൻ്റെ ജീവിതത്തിൻ്റെ അപകടങ്ങൾക്കും തകർച്ചകൾക്കും ഒക്കെ കാരണം. ഇവരുടെയൊക്കെ ഉപദേശം കേൾക്കാൻ പോകുന്നത് ശരിക്കും നീ കേൾക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 4:4, ലുക്ക 4:4 വചനം പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടാണ് ജീവി. ദൈവവചനമാണ് ഇതിനെ നയിച്ചിരുന്നെങ്കിൽ നിനക്കൊരു പ്രശ്നവും വരത്തില്ലായിരുന്നു, ഇത് തളർന്നു പോവുകയില്ല. ദൈവവചനം ഒരിക്കലും ഒരാളെ നിരാശയിലേക്കോ തകർച്ചയിലേക്കോ അപകടത്തിലേക്കോ ഒരിക്കലും കൊണ്ടുപോയി എത്തിക്കുകയില്ല. നേരെ മറിച്ചത് രക്ഷയിലേക്ക്, ആനന്ദത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് മാത്രമേ അത് കൊണ്ടുപോയി എത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തെ നീ പൂർണ്ണമായും കർത്താവിൻ്റെ കൈകളിൽ നീ ഏൽപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. വീണ്ടും വചനം വരെ സങ്കീർത്തനം 77:19 അങ്ങയുടെ വഴി സമുദ്രത്തിൽ അങ്ങയുടെ പാത പെരുവെള്ളത്തിലൂടെയും ആയിരുന്നു, അങ്ങയുടെ കാൽപ്പാടുകൾ അദൃശ്യമായിരുന്നു. കണ്ടോ, ഇസ്രായേൽ ജനം ചെങ്കടലിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങയുടെ കർത്താവിൻ്റെ കാലുകൾ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് അദൃശ്യമായിരുന്നു. അപ്പോൾ നീ കടലിൽ മീതെ നടക്കുമ്പോൾ, പ്രശ്നങ്ങളുടെ മുകളിലൂടെ പോകുമ്പോൾ അവിടെ ഒരു ദൈവം കടന്നു വരുന്നുണ്ട്. ദൈവം അവിടെ നിന്നും നിന്നെ മുന്നോട്ട് നയിക്കുകയാണ്. ആ ദൈവകരം കാണാം. ആ കണ്ടിട്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടും. ശരി, സങ്കീർത്തനങ്ങളൊക്കെ എപ്പോഴും ദൈവത്തെ സ്തുതിക്കും കാണാം. വചനം വെച്ചൊരു സ്തുതിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവർക്ക് ആ ദൈവ സാന്നിധ്യ അനുഭവം ഉണ്ടായിരുന്നു. ഈ സാന്നിധ്യ അനുഭവം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ അഹങ്കാരവും നമ്മുടെ പഠനങ്ങളും നമ്മുടെ അറിവ് കൊണ്ട് ഈ ദൈവത്തെ മറക്കുന്നുണ്ട്. ദൈവത്തെ മറക്കുന്ന മനുഷ്യനാണെന്നത് ഏറ്റവും വലിയ അപകടകാരിയത്. ദൈവത്തെ മറക്കുന്നതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചകളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ കാരണം. അവൻ ദൈവത്തെ മറന്നിട്ട് അവൻ സ്വന്തം ബുദ്ധിയിലും സ്വന്തം കഴിവിലും സ്വന്തം ആലോചനയിലും മാത്രം അവൻ ആശ്രയിക്കുന്നു. അതാണ് അവൻ്റെ എല്ലാ ദുരന്തങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ നിരാശയുടെയും തകർച്ചയുടെയും കാരണം അത് മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ പരിവർത്തനം മറ്റൊന്നുമില്ല, വലിയൊരു മാനസാന്തരം ഉണ്ടാകണം. ദൈവത്തിന് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാണ്. സങ്കീർത്തനത്തിൻ്റെ 55 പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന വചനമുണ്ട്. 55-ാം അധ്യായത്തിൻ്റെ 22 നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങുവാനോട് സമ്മതിക്കുക. നിൻ്റെ ഭാരങ്ങൾ, നിൻ്റെ പ്രശ്നങ്ങൾ എന്തുവാങ്ങട്ടെ ആ ദൈവത്തിൽ ഏൽപ്പിക്കാൻ പഠിക്കുക. അറിവുകൊണ്ടല്ല വിജയം വരുന്നത്, ദൈവകരം കൊണ്ടാണ് നമ്മൾ വിജയം വരിക. ഇസ്രായേൽ ജനം ചെങ്കടലിൽ കടന്നത് അറിവ് കൊണ്ടല്ല, കഴിവുകൊണ്ടല്ല. അവരുടെയൊക്കെ കഴിവിന് മുകളിലൊക്കെ ദൈവകരം ഉണ്ടായിരുന്നു. അവർ നടന്നു പോകുന്ന വഴികൾ മുമ്പിൽ ദൈവത്തിൻ്റെ കാൽപാദങ്ങൾ ഉണ്ടായിരുന്നു. അവർ പറയാം അവിടെ എല്ലാം ദൈവകരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാം, അതാണ് വലിയ കാര്യം. അല്ലാതെ നമ്മുടെ കഴിവ്, നമ്മുടെ പഠിച്ചതിന് ബുദ്ധി കൊണ്ട് അറിവ് കൊണ്ടൊന്നും അല്ല വിജയങ്ങൾ നേടുന്നത്. യഥാർത്ഥ വിജയം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവത്തിൽ നിന്ന് വിജയം വരുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകുക സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ടും ദൈവത്തിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്. സങ്കീർത്തനത്തിൻ്റെ 73:27 എന്തെന്നാൽ അങ്ങിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ നശിച്ചു പോകും, അങ്ങയോട് കാപട്യം കാണിക്കുന്നവരെ അങ്ങ് സംഹരിക്കും. എന്തെന്നാൽ അങ്ങിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ നശിച്ചു പോകും. അപ്പോൾ ഈ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വിട്ടിട്ട് സ്വന്തം ബുദ്ധിയിലും സ്വന്തം കഴിവിലും ഒക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ് തകർന്നു പോകുന്നു, തരിപ്പണമായി പോകുന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, തകർച്ചകൾ വരുമ്പോൾ അവർ വീണു പോവുക, അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ അവർ തകർന്നു പോകുന്നതിൻ്റെ കാരണം എന്തുണ്ട്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവകരം പ്രവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. ദൈവാശ്രയത്വത്തിൻ്റെ
പുതിയൊരു ജീവിതം നമുക്ക് ആരംഭിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ മുറുകെ പിടിക്കുന്ന, കർത്താവിൻ്റെ കരങ്ങളെ മുറുകെ പിടിക്കുന്ന, അവൻ്റെ വഴിയെ പോകുന്ന ആ ഒരു വിശ്വാസ ചൈതന്യം നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ത് കാണിച്ചു, എന്തേരം നമ്മൾ ഉണ്ടാക്കിയോ, എന്തേരം വളർന്നു, പിടിച്ചു നിൽക്കില്ല. ആദ്യമൊക്കെ നമുക്ക് തോന്നും ദൈവമൊന്നും വേണ്ട, പ്രാർത്ഥന വേണ്ട, പള്ളി വേണ്ട, ജപമാല വേണ്ട, പരിശുദ്ധ കുർബാന വേണ്ട, കൂദാശകളൊന്നും ഇല്ലേലും എങ്ങനെ ഞാൻ ജീവിക്കും, എനിക്ക് ഇത്ര നാളൊന്നും ഇല്ല, എൻ്റെ മക്കൾക്ക് ഇതൊന്നുമില്ലായിരുന്നു, എനിക്ക് പണം മതി. പണം ഇല്ല മക്കൾ. ചില സമയത്ത് ഈ പണമൊന്നും നമുക്ക് ഉപകാരപ്രദമാകില്ല. ചില രോഗങ്ങൾ വരുമ്പോൾ, ചില ദുരിതങ്ങൾ വരുമ്പോൾ, ചില മക്കൾ ചില തിന്മകൾ കയറുമ്പോൾ പണം കൊടുത്താലൊന്നും അവർ തിരിച്ചു വരില്ല. എന്ത് കൊടുത്താലും തിരിച്ചു വരത്തില്ല. തിരിച്ചു വരും ദൈവത്തെ കൊടുത്താൽ മാത്രമേ തിരിച്ചു വരുള്ളൂ. ദൈവ അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ കേൾക്കുള്ളൂ. ജീവിത പങ്കാളി ദൈവമുണ്ടാകട്ടെ, വേറൊന്നുമല്ല. നാട് നല്ല ടൂറും പരിപാടി, ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഓടി നടക്കും. പക്ഷേ പള്ളി കയറാൻ നേരമില്ല. പള്ളി കയറിയാൽ 1 മിനിറ്റ് കൊണ്ട് അവൻ ജമ്പ് ചെയ്ത് ഓടി മാറുകയാണ്. പ്രാർത്ഥിക്കാനോ ബൈബിൾ വായിക്കാനോ ഒന്നും നേരമില്ല. അപ്പോൾ അപകടത്തിൻ്റെ വഴിയിലാണ് പോകും. ഇന്നല്ല നാളെ തിരിച്ചറിയും. ലോകം മുഴുവൻ അറിയാൻ പോകുന്ന ദൈവത്തെ ഉപേക്ഷിച്ച് പോകുന്നവർക്കുണ്ടാകുന്ന അപകടങ്ങളുടെ നാളുകൾ തുറക്കാൻ പോകുന്നു. ഇന്നാൾ ദുഷ്ടാരൂപികൾ ലോകത്തിൽ നിറയുണ്ട്. പലതരത്തിൽ ദൈവമക്കളെ പീഡിപ്പിക്കുക അന്ന് അറിയില്ല. കുറച്ചുകൊണ്ട് കഴിയുമ്പോൾ അറിയാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛനെ പറയുമ്പോൾ ഈ വചനങ്ങൾ ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിച്ചുകൊണ്ട് ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് തയ്യാറാകാം. ദൈവകൃപ നമ്മിലേക്ക് ഒഴുകാൻ നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ ഹൃദയവും മനസ്സും ചിന്തകളും മുഴുവൻ നമ്മുടെ നല്ലവനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ചേർത്ത് വെക്കുക. അതുകൊണ്ട് പ്രാർത്ഥിക്കാം, കർത്താവേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, എന്നെ കൈവിടരുതേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈശോ പോലും പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. ഈശോ പീഡാസനത്തിൻ്റെ തൊട്ട് മുമ്പ് ഈശോ ഗർസമ തോട്ടത്തിൽ പ്രാർത്ഥിക്കുക. ദൈവാശ്രയത്വത്തിൽ ഈശോ നമ്മെ പഠിപ്പിക്കും. പിതാവായ ദൈവത്തോട് നല്ല ബന്ധത്തിൽ, ആ ബന്ധമായിരുന്നുകൊണ്ട് മാത്രം സഹനം, വലിയ കുരിശ് മരണം വരുമ്പോൾ ഈശോ തളർന്നു പോകാത്തതിൻ്റെ കാരണം എപ്പോഴും ആ ദൈവാശ്രയത്വമുണ്ട്. ദൈവാശ്രയത്വത്തിൻ്റെ ജീവിതം വേണം. എന്ത് പ്രശ്നം വന്നാലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രം ജീവിക്കുക. വേറെ ആരെയും ആശ്രയിക്കരുത്. അവൻ നോക്കും, ഇവൻ നോക്കും, ഇവൾ നോക്കും, അപ്പൻ നോക്കും, അമ്മ നോക്കും, നാട്ടുകാരും കൂട്ടുകാർ നോക്കും, ബന്ധുക്കൾ നോക്കും, മക്കൾ നോക്കും, പ്രിയപ്പെട്ടവർ നോക്കും, സഹകാരികൾ നോക്കും, സഹപാഠികൾ നോക്കും, എല്ലാവരും നോക്കും. ആരും നോക്കില്ല, ആരും നിന്നെ ശ്രദ്ധിക്കില്ല. പ്രശ്നങ്ങൾ വരട്ടെ, അപ്പോൾ കാണാൻ പറ്റും ഇവരെല്ലാം ഉപദേശം. പക്ഷേ ആ ഉപദേശം തന്നെയായിരിക്കും പിന്നീട് നിനക്ക് ഏറ്റവും വലിയ വിപത്തും അപകടവുമായിട്ട് മാറുന്നത്. ഏറ്റവും വലിയ അപകടവും വിപത്ത് പല കൂട്ടുകാരുടെ, സുഹൃത്തുക്കളുടെയൊക്കെ ഉപദേശങ്ങൾ തന്നെയാണ് നിൻ്റെ നാശത്തിന് തന്നെ കാരണമെത്തുന്നത്. നേരെ മറിച്ച് നീ ദൈവത്തെ കേട്ടിരുന്നെങ്കിൽ, നിൻ്റെ ഹൃദയം ദൈവത്തേക്ക് തിരിച്ചിരുന്നെങ്കിൽ, നീ ദൈവം മനസ്സ് തിരിച്ചിരുന്നെങ്കിൽ, നീ പ്രാർത്ഥിക്കാനായിട്ട് രാത്രികാലങ്ങളിൽ നിന്ന് മുട്ടുകുത്തി കൈവിരിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, ബൈബിൾ തുറന്ന് ദൈവത്തോട് ചോദിച്ചിരുന്നെങ്കിൽ, നീ പള്ളിപ്പൊന്ന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചിരുന്നെങ്കിൽ, നീ ഈശ്വരൻ അടുത്തൊരു ദേവാലയ ബന്ധിതമായൊരു ജീവിതം നയിച്ചിരുന്നെങ്കിൽ, ഇന്ന് ഈ അനർത്ഥങ്ങൾ നിനക്ക് അതിജീവിക്കാനായിട്ട് പറ്റുമായിരുന്നു. ഈ പ്രശ്നങ്ങൾ നിനക്ക് അതിജീവിക്കാൻ പറ്റുമായിരുന്നു. ഒരുപാട് പേരുടെ ഉപദേശം കേട്ട് ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ. അതുകൊണ്ട് ദൈവത്തെ വിളിക്കുക, ദൈവത്തെ മാത്രം വിശ്വസിക്കുക, ദൈവത്തെ മാത്രം ഈശോ പറയുന്നുണ്ടല്ലോ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 23-24 വചനമുണ്ട്. പെസഹ തിരുനാൾ അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവരെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷി അവന് ആവശ്യമില്ലായിരുന്നു. മനുഷ്യനുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. വിശ്വ ആരെയും വിശ്വസിച്ചില്ല. വിശ്വസിക്കരുത്, ദൈവത്തെ മാത്രം വിശ്വസിക്കുക. ഈ നാളുകൾ അപകടങ്ങളുടെ നാളുകൾ. ഈ സമയത്ത് ദൈവത്തെ മാത്രമേ നമ്മൾ വിശ്വസിക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഈ സമയത്ത് നമുക്ക് നമ്മളുടെ ആരാധന പങ്കെടുക്കാം. ഡെലിവറൻസിൻ്റെ ഈ ആരാധന സമയത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകവും എല്ലാ മക്കളും ലഭിക്കട്ടെ എന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.